പ്രിയമുള്ളവരെ, ദുഷ്ചിന്തകൾ ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും എന്ന് പറയുന്നത് എത്രയോ ശരിയാണ്. അതെ, അതുതന്നെയാണ് എൻ്റെ കഥയിലും സംഭവിക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ ദാനിയേലിൻ്റെ പുസ്തകത്തിലെ ഒരു സംഭവകഥയെ ആസ്പദമാക്കി ഞാൻ അവതരിപ്പിക്കുന്നു വിശുദ്ധിയുടെ വെണ്മയാർന്നൊരു കഥ. സൂസന്ന. പ്രൗഢിയായ ബാബിലോൺ. അവിടെ വളരെ വൃത്തിയുള്ള ആ ഒറ്റയടിപ്പാതയിൽ വളരെ മനോഹരമായി വെട്ടിയൊരുക്കി വെച്ചിരിക്കുന്ന പൂച്ചെടികൾ ബാബിലോണിൻ്റെ സംസ്കാര തനിമയെ വിളിച്ചോതുന്നു. അതാ ആ ഒറ്റയടിപ്പാതയിൽ കൂടി രണ്ടുപേർ തിടുക്കത്തിൽ നടന്നു വരുന്നു. അലുക്കത്ത് പിടിപ്പിച്ചോരാടകൾ അണിഞ്ഞവർ, അധികാര ചിഹ്നങ്ങൾ മേനിയിൽ പേറുവോർ, ആലോചിച്ചുറപ്പിച്ചു കാതിൽ മന്ത്രിച്ചു, അതിലൊരു ചതിയുടെ ഗന്ധമുണ്ട്. ബാബിലോണിന്റെ പ്രകൃതി രമണീയത ആസ്വദിക്കാൻ തീരെ താല്പര്യമില്ലാത്ത മട്ടിൽ വളരെ ഗൗരവമായി എന്തോ ആലോചനയിൽ മുഴുകിയിരിക്കുന്ന രണ്ടു പേർ. അവരുടെ വസ്ത്രങ്ങൾ അവരുടെ സ്ഥാനമാനങ്ങളെ സൂചിപ്പിക്കുന്നു. അവർ നടന്ന് സൂസന്നയുടെ കൊട്ടാരത്തിലേക്കെത്തി. സൂസന്നയെ പറ്റി പറഞ്ഞാൽ കളങ്കം വെടിയുന്ന മനമാണവൾക്ക്, നാഥനെ വാഴ്ത്തിടും ഹൃത്താണവൾക്ക്, കാരുണ്യം തുളുമ്പുന്ന മുഖമാണവൾക്ക്, കണ്ടിടാം ദൈവത്തിൻ ചൈതന്യം കണ്ണിൽ. ആര് കണ്ടാലും അവളെ ഒന്ന് നോക്കിപ്പോകും. അത് അവളുടെ കുറ്റമല്ല. കതിർക്കുല വിളഞ്ഞുള്ള ഗോതമ്പിന്റെ നിറമാണ് അവൾക്ക്. പനങ്കുല പോലെ കറുത്ത നീണ്ട കാർക്കൂന്തൽ, ദേവദാരി പൂത്ത പോലെ, ഷാരോണിലെ പൂവ് പോലെ അതിമനോഹരിയാണവൾ. അവളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി ദൈവം അവൾക്ക് നൽകിയ സമ്മാനമാണ് ഭർത്താവായ യോവാക്കിം. വളരെ ശാന്തനും സൗമ്യനും ദൈവഭക്തനുമാണ് അദ്ദേഹം. വളരെ ശാന്തമായി നീങ്ങിക്കൊണ്ടിരുന്ന സൂസന്നയുടെ യോവാക്കിമിന്റെ കുടുംബജീവിതം ആരെയും അസൂയപ്പെടുന്നതായിരുന്നു. എങ്കിലും അവരുടെ ഈ കുടുംബജീവിതം ദൈവത്തിൻ്റെ മുന്നിൽ പ്രീതികരവുമായിരുന്നു. ആ ഇടയ്ക്കാണ് ആ രണ്ട് ശ്രേഷ്ഠന്മാർ യോവാക്കിമിനെ കാണാനെത്തിയത്. ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർ. അധികാരം കയ്യിൽ വന്നാൽ പിന്നെ എന്തും ചെയ്യാമെന്നുള്ള വിചാരമാണല്ലോ ഈ അധികാരികളെ ദുഷിപ്പിക്കുന്നത്. അധികാരം കയ്യിൽ വന്നാൽ പിന്നെ അവരെന്തും ചെയ്യും. വിളിക്കുന്നു, വളയ്ക്കുന്നു, വളഞ്ഞവ ഒടിക്കുന്നു, വിളവെല്ലാം വേലി തന്നെ ഒളിക്കുന്നു കളിത്തട്ടിൽ, കിളികളെ പഴിച്ചാരി കളവുകൾ നടത്തുന്നു, വിളിച്ചതു പറയാതെ സഹിക്കുന്നു ഭരണീയർ. യോവാക്കിമിനെ സന്ദർശിക്കാൻ എത്തുമ്പോഴൊക്കെ അവരെ ആദ്യത്തെ മര്യാദയോടെ സ്വീകരിച്ചിരുന്ന ആ കുടുംബിനെ അവരടിമൂടി ശ്രദ്ധിച്ചു പോകുന്നു. മൂടുപടം കൊണ്ട് മുഖം മറച്ചിരുന്നെങ്കിലും അവൾ സൗന്ദര്യത്തിന് നിറകുണമാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവരുടെ ഉള്ളിൽ അവർക്ക് വേണ്ടിയുള്ള അഭിലാഷം ചിറക് വിടർത്തി. നാളുകൾ കടന്നുപോയി. ഒരു ദിവസം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങാമെന്ന മട്ടിൽ ശ്രേഷ്ഠന്മാർ യോവാക്കിമിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും അവരുടെ ഉള്ളിലെ ആഗ്രഹം അവരെ വീണ്ടും യോവാക്കിമിന്റെ വീട്ടിലേക്ക് നയിച്ചു. വഴി മധ്യേ അവർ രണ്ടുപേരും കണ്ടുമുട്ടിയപ്പോൾ അവരുടെ ഉള്ളിലെ ആഗ്രഹം തുറന്നു പറയാൻ അവർ നിർബന്ധിതരായി. എന്താ, നമ്മുടെ രണ്ടുപേരുടെ മനസ്സിന്റെ കടിഞ്ഞാൽ ആ പെണ്ണിന്റെ കയ്യിലാണെന്നോ? നമ്മുടെ രണ്ടുപേരുടെയും ആഗ്രഹം ഒന്നതിനാൽ നമ്മൾ ഒന്നിച്ചു നിന്നാൽ കാര്യം നടക്കും. അങ്ങനെ ആ പതിവ്രതയായ ഇസ്രായേൽ പുത്രിയെ അപമാനിക്കുവാനുള്ള സമയം അവർ തീരുമാനിച്ചുറപ്പിച്ചു.
നാളുകൾ കടന്നുപോയി. ഒരു ദിവസം സൂസന്ന തോഴിമാരോടൊപ്പം ഉദ്യാനത്തിലേക്ക് എത്തി. സൂസന്ന തോഴിമാരോട് പറഞ്ഞു, എനിക്ക് കുളിക്കാൻ വേണ്ട, എണ്ണയും ലേപനങ്ങളും എടുത്തോണ്ട് വരൂ. തോഴിമാർ പിൻവാതിലിലൂടെ പുറത്തേക്ക് പോയി. ആ സമയം ഉദ്യാനത്തിൽ ഒളിച്ചിരുന്ന 2 ശ്രേഷ്ഠന്മാർ സൂസന്നയുടെ മുന്നിലേക്ക് എത്തി. പേടിച്ചരണ്ടൊരാ കുഞ്ഞാട് പോലവേ മൊഴിമൊട്ടി നിന്നിതാ കമ്പിത ഗാത്രിയായി, എന്തിനും പോർന്നൊരാർ മർത്യർക്കു മുന്നിലായി, അമ്പേ ഭയന്നവൾ യാചിച്ചു പുത്രി പോൽ. അരുത്, ഈ ദാസിയോട് കരുണ കാണിക്കണം. എന്നെ നിങ്ങളുടെ ഒരു മകളെ പോലെ കാണണം. സൂസന്ന, നീ ഞങ്ങളുടെ ഇഷ്ടത്തിന് വഴങ്ങിയില്ലെങ്കിൽ നിന്റെ കൂടെ ഒരു യുവാവ് ഉള്ളതുകൊണ്ടാണ് നീ തോഴിമാരെ പറഞ്ഞു വിട്ടതെന്ന് ഞങ്ങൾ എല്ലാവരോടും പോയി പറയും. ഇല്ല ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ സമ്മതിച്ചാൽ അതിൻ്റെ മരണമാണ്. ദൈവത്തിന് മുന്നിൽ പാപം ചെയ്യാൻ ഇഷ്ടമല്ലാത്ത സൂസന്ന ഉറക്ക നിലവിളിച്ചു, ഓടിവായോ, രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. സൂസന്നയുടെ നിലവിളി കേട്ട് വീട്ടുകാരും നാട്ടുകാരും ഓടിയെത്തുന്നതിന് മുമ്പ് ശ്രേഷ്ഠന്മാരിൽ ഒരാൾ ഉദ്യാന കവാടം തുറന്നു. അവർ സൂസന്നയ്ക്കെതിരെ അട്ടഹസിച്ചു. വഞ്ചകിയാണിവൾ, ഇവൾ വഞ്ചകിയാണ്. നല്ലൊരു ദൈവത്തെ, മാന്യ ഭർത്താവിനെ വഞ്ചിച്ചവളാണിവൾ. ജനമധ്യത്തിൽ ആദരണീയനായ യോവാക്കിമിന്റെ ഭാര്യ ഇത്തരത്തിലൊരുവളാണെന്ന് ആരറിഞ്ഞു? ജനസംസാരം ഇങ്ങനെയായി. എന്നാലും സൂസന്ന ഇത് ചെയ്തല്ലോ. ജനം മൂക്കത്ത് വിരൽ വെച്ചു. മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പണ്ടേ പറയുന്നത് എത്രയോ വാസ്തവം. പിറ്റേന്ന് പ്രഭാതം കൊട്ടാരത്തിൽ ആളുകളെല്ലാം ഒന്നിച്ചുകൂടി. ശ്രേഷ്ഠന്മാർ സൂസന്നയ്ക്കെതിരെ കള്ളസാക്ഷ്യം വെച്ചു. ഇസ്രായേലിന്റെ നിയമപ്രകാരം വ്യഭിചാരിണിയായ സ്ത്രീ വധശിക്ഷയ്ക്ക് അർഹയാണ്. അങ്ങനെ സൂസന്നയെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടു. സൂസന്ന ദൈവത്തോട് നിലവിളിച്ചു പ്രാർത്ഥിച്ചു, നാഥനാം ദൈവമേ, നിൻ മുന്നിൽ ഞാൻ തെറ്റില്ലാ ഹൃത്തുമായി നിൽക്കുന്നിതാ, സ്വീകരിക്കൂ എൻ്റെ കണ്ണീർ തടങ്ങളെ, നിന്ദാസി മരണത്തെ ഏറ്റുവാങ്ങാൻ. നിർത്തൂ! ആ ശബ്ദം ദാനിയേൽ എന്ന് പറയുന്ന ഒരു ബാലന്റേതായിരുന്നു. ഈ സ്ത്രീയുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. ഭോഷന്മാരെ, നിങ്ങൾ ചിന്തിക്കൂ. വിചാരണ ചെയ്യാതെയും ശരിയായ അന്വേഷണം നടത്താതെയും ചെയ്യുന്ന ഈ വിധി ശരിയോ? ജനം ദാനിയേലിന്റെ വാക്കുകൾ കേട്ടുനിന്നു. അല്ലെങ്കിലും പൊതുജന സ്വഭാവം അതെങ്ങനെയാണല്ലോ. കുറച്ച് മാന്യനെന്നോ കുറച്ച് ശ്രേഷ്ഠനെന്നോ തോന്നുന്നവർ എന്തു പറഞ്ഞാലും ജനം അത് അപ്പാടെ അങ്ങ് വിശ്വസിക്കും. അങ്ങനെ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ട സൂസന്നയെ വിചാരണ സ്ഥലത്തേക്ക് കൊണ്ടുവന്നു. ദാനിയേൽ 2 ശ്രേഷ്ഠന്മാരെയും 2 ദിക്കിൽ നിർത്തി. അവൻ ഒരുവനോട് ചോദിച്ചു, താങ്കൾ പറയൂ, സൂസന്നെ വിവാഹമൊത്ത് താങ്കൾ ഏത് മരച്ചൂട്ടിലാണ് കണ്ടത്? അവൻ പറഞ്ഞു, അത് ഒരു കരയാമ്പു മരച്ചൂട്ടിൽ. ഇതേ ചോദ്യം തന്നെ ദാനിയേൽ മറുവരോടും ആവർത്തിച്ചു. അവൻ പറഞ്ഞു, അതൊരു കരുവേല മരച്ചൂട്ടിൽ. നിന്റെ വാക്കുകൾ കൊണ്ട് തന്നെ നിന്റെ കളവ് തെളിഞ്ഞിരിക്കുന്നു. ആസക്തിയാൽ അന്ധരായ ശ്രേഷ്ഠന്മാരെ, പറയൂ, ആരുടെ ഭാഗത്താണ് തെറ്റ്? നിങ്ങളുടെയോ അതോ ഈ സ്ത്രീയുടെയോ? ഇതാ ജനം നിങ്ങളെ ശിക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്നു. അവരെ ഞങ്ങൾക്ക് വിട്ടുതരൂ, അവരെ ഞങ്ങൾക്ക് വിട്ടുതരൂ. ശ്രേഷ്ഠന്മാരാണത്രേ ശ്രേഷ്ഠന്മാർ. കല്ലെറിഞ്ഞ് കൊല്ലണം രണ്ടിനെയും. അങ്ങനെ മോശയുടെ നിയമപ്രകാരം അവരെ കല്ലെറിഞ്ഞ് തന്നെ കൊന്നു. ഒരു കൈയിൽ നീതിയുടെ വാളും മറുകൈയിൽ കാരുണ്യത്തിന്റെ കൈത്തിരിയുമായി തന്റെ രക്ഷയ്ക്കെത്തിയ ദൈവത്തെ
സൂസനെയും വാഴ്ത്തി. പ്രിയമുള്ളവരെ, പിശാചിൻ്റെ സകല തന്ത്രങ്ങളും ശുദ്ധതയ്ക്കെതിരെ പോരാടുന്ന ഈ കാലങ്ങളിൽ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നുള്ള സത്യം ഉൾക്കൊണ്ട് ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയമുള്ളവരെ, സൂസന്ന എന്ന ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.